അപ്പോൾ ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ സാധാരണ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ സാധാരണ നെഗറ്റീവായിട്ടൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇന്ന് ഞാൻ അതല്ല പറയുന്നത്. ഒരു ശകലം എന്താ പറയുന്നത്, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുമുമ്പ് ഞാൻ നമ്മുടെ വീഡിയോ കാണുന്നവരടുത്ത് പറയണം, നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ പറയും. അപ്പോൾ ഞാൻ ഇന്നലെ സാധാരണ ലൈവ് അങ്ങനെ കൂടുതൽ കാണുന്ന ഒരാളല്ല. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാനും ചെറിയ രീതിയിൽ ലൈവ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ ലൈവൊക്കെ കയറി ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ കണ്ട ഒരു ലൈവ് രസകരമായിട്ട് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അത് നിങ്ങളിലേക്ക് എത്തിക്കണം കേട്ടോ. അതായത് സിന്ധു വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലാണ്. അതായത് 71.3K സബ്സ്ക്രൈബൊക്കെ ഉള്ള സാമാന്യം നല്ലൊരു ചാനലാണ്. അപ്പോൾ അവരുടെ ഒരു എല്ലാവരും ഒരു സൂപ്പർ ചാറ്റ് തരിക. ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ലൈവിലേക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. എല്ലാവരും അങ്ങ് അടിച്ചു വിടുക. അതെ. അപ്പോൾ സുഹൃത്തുക്കളെ കണ്ടല്ലേ, എനിക്ക് രസകരമായിട്ട് തോന്നിയ ഒരു ലൈവാണ് കേട്ടോ. കാരണം സിന്ധു വെള്ളുന്നാണ് ആ ചാനലിൻ്റെ പേര്. ഇവരുടെ ഹസ്ബൻഡിന് സുഖമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഡാൻസും കളിച്ച് ഈ കാണുന്ന നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത്. അപ്പോൾ അതായത് ഞാനിപ്പോൾ ഈ ലൈവ് കാണാൻ തുടങ്ങിയ സമയം പോലെ ഞാൻ കാണുന്ന ഒരു പ്രവണതയാണ്, സാറിന് എല്ലാ ലൈവിൻ്റെ താഴെ ചെന്നിട്ട് കുറേ കമൻറ്റോളികൾ എന്ന് പറയുന്ന വർഗ്ഗമുണ്ട്. കമൻറ്റോളികൾ എങ്ങനെയുണ്ട്? കമൻറ്റോളികൾ അവരെയൊക്കെ ഇങ്ങനെ വിളിച്ചാൽ പോരാ. അതായത് സ്വന്തം ജന്മം നൽകി കാക്കെടുക്കുന്ന പരുവം വരെ വളർത്തി വിട്ട സ്വന്തം മാതാപിതാക്കളെ പോലും തന്തയ്ക്ക് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്തയ്ക്ക് മുമ്പേ ഉണ്ടായ കുറേ കമൻറ്റോളികളുണ്ട്. അതായത് സ്ത്രീകളുടെ ലൈവിൻ്റെ താഴെ ചെന്നിട്ട് വളരെ മോശമായിട്ട്, അതായത് അവൻ്റെ മാതാപിതാക്കളെ പോലും പച്ചത്തെറി വിളിക്കുമ്പോൾ അത് കേട്ട് സുഖിക്കുന്ന ഒരു വർഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെയുള്ള കുറേ അലവലാതി വർഗങ്ങളുണ്ട്. അപ്പോൾ ഇവരെ പോലെയുള്ള സ്ത്രീകളെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെയൊക്കെ ഡാൻസും കളിച്ച് പാട്ടൊക്കെ പാടി നിൽക്കുന്നത് അവർക്ക് ഓരോ ജീവിതത്തിൽ ഓരോ പ്രതീക്ഷകളുള്ളതുകൊണ്ടാണ്. അപ്പം അതിനെയൊക്കെ തകർക്കുന്ന രീതിയിലാണ് ഈ നിന്നെ പോലെയുള്ള ഈ കമൻറ്റോളികൾ എന്ന് പറയുന്ന വർഗ്ഗങ്ങൾ വന്നിരുന്ന് പച്ച അപരാധങ്ങൾ എഴുതി വിട്ട് അവരെ ദേഷ്യം പിടിപ്പിച്ച് അവരെ കൊണ്ട് പച്ച തെറികൾ വിളിപ്പിക്കുക. അപ്പോൾ നീയൊക്കെ ഇടുന്ന കമൻറ്റുകൾ സമൂഹം കാണുന്നില്ല, ഇവർ പ്രതികരിക്കുന്നത് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്കും അവരുടെ കാര്യങ്ങൾക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ ഇവർ പറയുന്നുണ്ട്, സൂപ്പർ ചാറ്റ് നിങ്ങളെ കൊണ്ട് കഴിയുന്നുള്ള ഒരു 10 രൂപയെങ്കിൽ എനിക്ക് ഇട്ടുതാ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ യാചിക്കണമെങ്കിൽ അവരുടെ നിവൃത്തികൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വരുമാനം ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഭർത്താവിനൊന്ന് സഹായിക്കാനോ അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് സ്വാതന്ത്ര്യമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാനോ ഒന്നിനും ഭർത്താവിനെ ആശ്രയിക്കാതെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഓരോ സ്ത്രീകളും ലൈവിൽ വരുന്നത്. അവിടെയാണ് ഈ മലവാണങ്ങൾ എന്ന് പറയുന്ന കുറേ വർഗ്ഗങ്ങൾ വന്നിട്ട് പച്ച അപരാധങ്ങൾ വിളിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് ചേച്ചിയുടെ ഡാൻസ് ഒന്നുകൂടെ കാണാം. ജിജോ എനിക്ക് നല്ല ഒരു എന്താ പറയുന്നത്, ഒരു പോസിറ്റീവായിട്ട് തോന്നിയ ഒരു ലൈവാണ് കേട്ടോ. ഷാജിപ്പാപ്പൻ വന്നല്ലോ. അതെ. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഷാജി പാപ്പൻ എന്ന് പറയുന്ന വ്യക്തി വന്നപ്പോൾ അവരുടെ ഒരു സന്തോഷമാണ്. ചെറിയ രീതിയിൽ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ വന്ന്
ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അവരെയൊക്കെ നെഗറ്റീവ് പറഞ്ഞ് തളർത്താൻ നോക്കുന്ന പുന്നാര മോന്മാർ ഇതൊക്കെ ഒന്ന് ഓർക്കണം. നമ്മളെ കൊണ്ട് ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരെ ഒന്ന് ഉപദ്രവിക്കരുത് കേട്ടോ. വളരെ മോശമായ രീതിയിൽ ചീത്ത വിളിപ്പിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള അലവലാദികൾ തന്നെയാണ് കേട്ടോ. അതിനുള്ള അവസരം എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഈ പാവപ്പെട്ടവർ അവരും ജീവിച്ചു പോട്ടെ, അല്ലെങ്കിൽ കാശുള്ളവരാവട്ടെ, അവർക്ക് ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറയുന്ന രീതിയിലൊക്കെ വന്ന് ഡാൻസും ചില പാട്ട് ജയ് വിളിക്കട ജയ് വിളിക്കട ജയ് ജയ് വിളിക്കട ജയ് വിളിക്കട ജയ്. ഒരു കൂടെയും എടുത്ത് ഞാൻ നടന്നൊരു കാല തന്ന് ഓടി നടന്ന പരളി 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 പൂവാങ്ങി പരളി. അപ്പോ എത്ര പാട്ടാണ് അവർ പാടുന്നതെന്ന് അറിയാമോ? എത്ര പാട്ടാണ് പാടുന്നതെന്നറിയാം. അതുപോലെ പല സ്ത്രീകളും അവരുടേതായ കലാപരമായ കഴിവുകൾ ഉള്ളവർ അങ്ങനെ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. ഇതൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മളാരും വിഷമിച്ചിരിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ചെന്ന് എന്തെങ്കിലും നല്ല രീതിയിലൊരു ഒരു മെസ്സേജ് ഇടുമ്പോൾ അതിനുള്ള റിപ്ലൈ തരിക, അതുപോലെ അവരെ കൊണ്ട് കഴിയുന്നുള്ള രീതിയിൽ പാട്ട്, ഡാൻസ് ഇതൊക്കെ അവതരിപ്പിച്ച് നമ്മളെ സന്തോഷിപ്പിക്കാൻ നോക്കുമ്പോഴാണ് കുറേ മലവാണങ്ങൾ ചെന്നിട്ട് എന്താ ഈ ജന്മം നൽകിയ മാതാപിതാക്കൾ പോലും പച്ച തെറി വിളിക്കുന്നത് കേട്ട് സൂഹിക്കുന്ന വർഗ്ഗങ്ങളാണ് കേട്ടോ. അതിനകത്ത് എന്ത് സുഖമാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ കുറേ വർഗ്ഗങ്ങളുണ്ട്, അത് ഞാൻ കാണാറുണ്ട് കേട്ടോ. എന്താ പറയുന്നത്, ഇത് കണ്ടോ, അത് സുഖമില്ലാത്തവരുടെ ഭർത്താവാണ്. അനുപമ പരമേശ്വരൻ, നീ ആരാടി ചോദിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാലോ ഓരോരുത്തരുടെ ഇളക്കി. കൊണോന്ന് അടിച്ചോട്ടെ, നമുക്ക് ഇത് ഈ അനുഭവം എന്ത് പറഞ്ഞാൽ നമുക്കെന്താ വല്ല നഷ്ടമുണ്ടോ? മനസ്സിലായില്ലേ? അനുപമേ, നീ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. നീ അവിടെ അങ്ങനെ ഇരുന്ന് പറയുള്ളൂ. ഞങ്ങളതിന് പ്രതികരിക്കാനുമില്ല. കണ്ടോ, ഈ അതായത് കൂടുതലും ഇതിനകത്ത് വരുന്നത് ഈ ഫേക്ക് കോളികളാണ്. ഫേക്ക് കോളികൾ, അതായത് യാതൊരു മുഖം പോലും കാണിക്കാതെ ഫേക്ക് ഐ ഡി എടുത്തിട്ടാണ് വന്ന് ഈ തന്തയിലാത്തരം ഓരോരുത്തരുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് പറയുന്നത്. അതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നവർ ചീത്ത വിളിക്കാൻ വിട്ട് മാത്രമല്ല വരുന്നത്, അവർ സന്തോഷകരമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ ലൈവ് വളരെയധികം മോശമാക്കി തീർക്കുന്നത് ഇതുപോലെയുള്ള കമൻറ്റ് കോളികളാണ്, ഫേക്ക് കോളികളുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. അവരുടെ ഭർത്താവിനെ കാണിക്കുന്നുണ്ട്, സുഖമില്ലാത്തൊരു ഭർത്താവാണ്. അതുപോലെ എൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രായപരിധി കഴിയുമ്പോൾ പിന്നെ ഭർത്താവിനെ വേണ്ടാന്ന് പറഞ്ഞ് ചവിട്ടിയെടുത്ത് കളയുന്ന സമൂഹമാണ്. എന്നാൽ ആ ഭർത്താവിന് വേണ്ടിയിട്ട് ഡാൻസ് കളിച്ചെങ്കിൽ ഡാൻസ് കളിച്ച് എന്ത് ചെയ്താലും ശരി തന്നെ. അവരൊന്നും വലുതായിട്ട് ഡാൻസ് കളിക്കുന്ന ആൾക്കാരല്ല, അതുപോലെ അത്രത്തോളം കലാപരമായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരുമല്ല. എങ്കിലും നമ്മളെ സന്തോഷിപ്പിച്ച് അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ബാഡ് കമൻറ്റ് ഇടാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പല ലൈവുകളും കാണാറുണ്ട്. ഇപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ ലൈവിൽ ഞാൻ പോകാറുണ്ട്. പോകുമ്പോഴൊക്കെ വളരെ മോശമായിട്ടുള്ള സമീപനങ്ങളാണ് കാണുന്നത്. അതൊക്കെ ഒന്ന് നിർത്തുക. അവരവരുടെ വഴിക്ക് പോട്ടെ, അവർ ജീവിച്ചോട്ടെ. പിന്നെ നിങ്ങൾക്ക് ചീത്ത കേട്ട് സൂഹിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗ്ഗം നോക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.